സുഹൃത്തുക്കളെ, അൻവറേട്ടൻ വീണ്ടും സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ്. ഏയ് പേടിക്കണ്ട, മൂപ്പരുടെ പാർട്ടിയിലേക്ക് ആളെ ചേർക്കാൻ ചാക്കിട്ട് പിടിക്കാനൊന്നല്ല സടകുടഞ്ഞ് എഴുന്നേറ്റത്. അൻവറേട്ടന്റെ ജീവന് ഭീഷണിയുണ്ട് ഗൈസ്. കൂരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് സാർ ഒരു തോക്ക്. ഗൈസ്, അൻവറേട്ടൻ ആകാശസ്ഥരാണ് ഗൈസ്. മൂപ്പരുടെ ജീവന് ഭീഷണിയുണ്ട്. സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി പുള്ളിക്കൊരു തോക്ക് വേണം. അതിനുവേണ്ടി ജില്ലാ കളക്ടർക്ക് തോക്ക് ലൈസൻസിനായി പുള്ളി ഒരു അപേക്ഷ നൽകി. തോക്ക് കിട്ടിയിട്ട് വേണം ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നടത്താൻ. മാറ്റ്, മൂപ്പര് കലിപ്പാണ്. ഈ ബീജിയം പോരാ, മാറ്റ്. പുഷ്പം എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ, ഫയറാടാ. പക്ഷെ കാര്യങ്ങളൊക്കെ പെട്ടെന്നായിരുന്നു തല കീഴായി മറിഞ്ഞത്. ബിക്കോസ് തോക്കിന് ലൈസൻസ് കിട്ടിയില്ല ഗൈസ്. അൻവറേട്ടൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ ഗതി. ഇത് റിജക്റ്റ് ആണ്. ലൈസൻസ് തരാൻ വിഷയം കഴിയില്ല എന്ന് കളക്ടർ പറഞ്ഞു. കാരണം കളക്ടറുടെ അധികാര പരിധിയിലുള്ള കാര്യങ്ങളല്ല, ഈ NOCയുടെ ബേസ് ചെയ്തിട്ടാണ് ലൈസൻസ് കൊടുക്കുക. ഇപ്പോൾ പോലീസ് അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ലൈസൻസ് കിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അങ്ങനെ പറയേ. അപ്പൊ അൻവറേട്ടന് തോക്ക് ലൈസൻസ് കിട്ടാത്തതിന്റെ കാരണക്കാരാരാ? അൻവറേട്ടന്റെ ആജീവനാന്ത ശത്രുക്കൾ തന്നെ, കേരള പോലീസ്. അവന്മാർ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ റിപ്പോർട്ട് എഴുതിയിട്ട് അത് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചു. പിന്നെ എങ്ങനെയാ തോക്കിന് ലൈസൻസ് കിട്ടുക? അൻവറേട്ടന് തോക്ക് ലൈസൻസ് കിട്ടണില്ലേ? ഇത്രയും വലിയ പ്രശ്നമാർക്കാന്നേ. കാരണം ഒരു നിലക്കും ലൈസൻസ് കിട്ടരുത് എന്നുള്ളതാണ് പി ശശിയുടെ ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞു, ഈ കേസ് അദ്ദേഹം തന്നെ കൊടുത്ത 2-3 കേസുണ്ട്. അത് ഡിഫമേഷനാണ്. അതിനെ എന്താ പറയാ, ഒരു വലിയ രീതിയിൽ ഇതിനെ ബാധിക്കില്ല. ഓ മൈ ഗോഡ്. അപ്പൊ ഇതിനു പിന്നിലും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ കൈകളാണെന്നാണല്ലേ പറഞ്ഞു വരുന്നത്. അന്നേ അൻവറേട്ടൻ പറഞ്ഞത് പി ശശി ശരിയല്ല എന്ന്. ഇതിപ്പോ എന്തായി? ഞങ്ങളുടെ അൻവറേട്ടനെതിരെ എന്തിനാണ് ഇങ്ങനെ ആക്രമണം നടത്തുന്നത്? അൻവറേട്ടൻ വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ, ഒരു ചെറിയ തോക്കല്ലേ ചോദിച്ചുള്ളൂ. അപ്പൊ രാഷ്ട്രീയമായിട്ട് അധപ്പതിച്ചു കഴിഞ്ഞാൽ പിന്നെ വ്യക്തിപരമായിട്ട് ആക്ഷേപം പറഞ്ഞ് നിലനിൽക്കാൻ കഴിയുമെന്നുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നിൽ ഒരുപാട് അധോലോക സംഘങ്ങളുണ്ട്. ഷാജിയേട്ട്, നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ടാ. പക്ഷെ ഞങ്ങളുടെ അധോലോക നായകന് പേരിന് പോലും ഒരു തോക്കില്ലല്ലോ. കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. പക്ഷെ അതിന്റെ പേരിൽ അധോലോക നായകൻ വെറുതെ ഇരിക്കുന്നു നിങ്ങൾ ആരും വിചാരിക്കണ്ട കേട്ടോ. തോക്കിന് വേണ്ടി ഏതറ്റം വരെയും പോവാൻ മൂപ്പര് തയ്യാറാണ്. ഇനിയിപ്പോ നമ്മൾക്കത് ഈ റിപ്പോർട്ട് വെച്ചിട്ട് ഹൈക്കോടതിയെ സമീപിക്കാനേ അതിന് സാധ്യമാകുകയുള്ളൂ, അല്ലാതെ നിവൃത്തിയില്ലത്. അല്ല, പ്രതികാരം മാത്രമല്ലേ ഉള്ളൂ. അതിപ്പോ ഇങ്ങനെ ശശി വീട്ടിയോണ്ട് എന്താ പറയാ തീരുന്ന ഒരു പ്രതികാരത്തിൽ അത് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശശി അണ്ണന് മാത്രല്ല കേട്ടാ, ഞങ്ങളുടെ അൻവറേട്ടനും പ്രതികാരം ചെയ്യാൻ അറിയാം. പക്ഷെ എങ്ങനെ പ്രതികാരം ചെയ്യാൻ അൻവറേട്ടാ? നല്ല കനമുള്ള റിപ്പോർട്ടാണ് പോലീസ് കളക്ടർ കൊടുത്തത്. പാവത്തിന് തീവ്രവാദിയാക്കാഞ്ഞത് ഭാഗ്യം. ഞാൻ കലാപാഹ്വാനം ഉണ്ടാക്കാൻ പരിശ്രമം നടത്തി. പോലീസിന്റെ ഈ പറയുന്ന വയർലെസ് അവരുടെ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെയൊക്കെ ഞാൻ ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് 1-2 കേസ് ഏതൊക്കെ പോലീസ് സ്റ്റേഷനിലുണ്ട്. എനിക്കിതുവരെ നോട്ടീസൊന്നും വന്നിട്ടില്ല. പക്ഷെ അത് FIR ആയിട്ടുണ്ട് എന്ന് ഇപ്പോൾ കളക്ടർ വായിച്ചു തന്ന പോലീസ് എന്ന റിപ്പോർട്ടിന്ന് മനസ്സിലാക്കുന്നു. അല്ല അൻവറേട്ടാ, ഒരു സംശയം. എനിക്ക് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നിട്ടല്ലേ അൻവറേട്ടനും അൻവറേട്ടന്റെ വീടിനും പോലീസ് സുരക്ഷ ഒരുക്കിയത്? ഇനിയിപ്പോ ഒരു തോക്കിന്റെ ആവശ്യമുണ്ടോ? ഈ പറയുന്നപ്പോ എനിക്ക് 4 ഗൺമാന്മാരുണ്ട്. ഇപ്പോൾ വീടിന് പോലീസ് സുരക്ഷയുണ്ട്. ഇതൊക്കെ ഏത് നിമിഷവും പിൻവലിക്കാവുന്നതാണ്. അത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു ഫോൺ മെസ്സേജ് കൺസെന്റ് SP പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിമിഷം കൊണ്ട് പിൻവലിക്കാൻ സാധിക്കും. ഗൺ ലൈസൻസ് എന്നാൽ ഒരിക്കലും ഇത് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പോലീസിന് അത് പിൻവലിക്കാൻ കഴിയില്ല. അത് നമ്മുടെ കയ്യിലുണ്ടാവും. ബുദ്ധിമാൻ. അവന്മാരെങ്ങാനും സുരക്ഷ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അൻവറേട്ടന്റെ ഗതി എന്താവും? അതുകൊണ്ട് സാർ ഒരു തോക്ക്. അതെ, തോക്ക് എന്തായാലും വേണം. ഈ റിപ്പോർട്ട് പ്രകാരം തോക്കിന്റെ എന്താ പറയാ കവർ പോലും കിട്ടുന്ന ഒരു ലക്ഷണമില്ല. അതാണ് അതിന്റെ പൊതുസ്ഥിതി. സോ സാഡ്. കാര്യം ആളൊരു നിഷ്കുവാണെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബോധ്യമൊക്കെ ആൾക്ക് നല്ലോണം ഉണ്ട്. ഇനി തോക്കിന് വേണ്ടിയുള്ള പോരാട്ടമായിരിക്കും. തോക്കില്ലെങ്കിൽ എന്താ, തോൽവിക്കൊരു കുറവില്ലല്ലോ. അല്ല, എപ്പോഴും മല പോലെ വന്നിട്ട് എലി പോലെ പോണതാണല്ലോ ശീലം എന്ന് പറയായിരുന്നു. ഇനി മണിയാശാന്റെ അധിക്ഷേപ പരാമർശത്തെ കുറിച്ചാണ്. അല്ല, മണിയാശാനാവുമ്പോ പരാമർശം എന്ന് പറഞ്ഞാൽ മതി, അതിൽ അധിക്ഷേപം ഉണ്ടാവും ഉറപ്പാണല്ലോ. കുറച്ചു ദിവസം മുമ്പാണ് കട്ടപ്പന സഹകരണ സൊസൈറ്റിയിലെ നിക്ഷേപകൻ സാബു തോമസ് ആത്മഹത്യ ചെയ്യണത്. നിക്ഷേപ തുക തിരിച്ചു ചോദിച്ചിട്ട് മുഴുവനായിട്ട് കൊടുത്തുമില്ല. ബാങ്ക് ജീവനക്കാരായ പാർട്ടിക്കാര് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് സാബു തോമസ് ആത്മഹത്യ ചെയ്തത്. സംഭവം വിവാദമായതോടെ LDFന്റെ നയവിശദീകരണ യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നു. ഈ വിഷയം സംസാരിക്കണതാരാ? മണിയാശാൻ. മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ? വല്ല ചികിത്സ ചെയ്തിരുന്നോ?
അതിന് ഡോക്ടറെ സമീപിച്ചിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. ഞങ്ങളെ ഈ പാവപ്പാട് ഞങ്ങളുടെ നിലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് ഏത് മാന്യനാണേലും ഏത് പുല്ലനാണേലും അതൊന്നും ഞങ്ങൾക്ക് ബാധകമാകില്ലെന്ന കാര്യം ഞാൻ വ്യക്തമാക്കാൻ ഈ അവസരം വിനിയോഗിക്കുക. ആത്മഹത്യ ചെയ്ത സാബുവിന് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പരിശോധിക്കണം എന്നാണ് മണിയാശാൻ പറയുന്നത്. സ്വന്തം പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് അവര് ഭരണത്തിലിരിക്കുന്ന ബാങ്കിൽ കാശ് നിക്ഷേപിച്ച് ആ കാശ് തിരിച്ചു ചോദിക്കുമ്പോ കൈമലർത്തുന്ന ആളുകളുടെ കാര്യത്തിൽ നമ്മൾ പിന്നെ എന്തുട്ടാ ആശാന ചെയ്യണ്ടേ? അദ്ദേഹത്തിന്റെ മരണത്തിൽ ഞങ്ങൾക്കോ ഞങ്ങളുടെ ബോർഡിലോ ആ ബോർഡിന്റെ പ്രസിഡന്റ് PR ശശിക്കോ ഒരു പങ്കുമില്ല. ഇതൊന്നും പറഞ്ഞ് ഞങ്ങളെ വരട്ടെ അടിമലണ്ട. ഞങ്ങൾ അദ്ദേഹത്തോട് ഞങ്ങൾക്ക് സഹാനുഭൂതിയുള്ളൂ. അദ്ദേഹത്തെ ഡെപ്പോസിറ്റുണ്ട്. ഞങ്ങൾക്ക് ഒരു ചെറിയ അബദ്ധം പറ്റി. എന്താണെന്നറിയോ, ഇതിന്റെ സാമ്പത്തിക സ്ഥിതി അറിയാതെ ഞങ്ങൾ ഏറ്റുപോയി എന്നൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അതെ അതെ, സാബുവിന്റെ മരണത്തിൽ മണിയാശാന്റെ പാർട്ടിക്കും ടീമിനും ഒരു പങ്കുമില്ല. പക്ഷെ ഞങ്ങളുടെ കോൺഗ്രസ് ഭീഷണിപ്പെടുത്തിട്ടാ, വേറൊന്നിനും വേണ്ടിയിട്ടല്ല. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ ശബ്ദമാവുകയല്ലേ അവർ. നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാ? എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പണിയൊന്നും അറിയത്തില്ല. സത്യമായിട്ട് അറിയത്തില്ല. പണി മനസ്സിലാക്കി തരാം. എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പരിപാടി പണി മനസ്സിലാക്കി തരാം. എന്റെ പൊന്നു സഹായം ഞാൻ പറഞ്ഞൊന്ന് കേട്ടിട്ട് അതെ, ഭൂമിയോളം ക്ഷമിച്ചാ നിൽക്കുന്നത്. ഞങ്ങള് നിങ്ങളുടെയൊക്കെ സ്ഥാപനത്തിന് നിങ്ങൾക്ക് തരാനുള്ള പൈസ തരാൻ വേണ്ടി ആ പിള്ളേരെല്ലാം കിടന്ന് കൈയും കാലും വിട്ട് അടിച്ചു ഓടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ പൊന്നു നിങ്ങളുടെ കുടുംബത്തില് നിങ്ങൾ പറഞ്ഞ കാര്യം അന്തസ്സായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ പ്രസ്ഥാനത്തിൽ വന്നാൽ അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമൊന്നുമില്ല. മിസ്റ്റർ, ഇതൊന്നും മണിയാശാന്റെ കണ്ണിൽ ഭീഷണിയല്ല, ഇതൊക്കെ വേദോപദേശങ്ങളാണ്. മണിയാശാൻ എത്ര ഭീഷണി കണ്ടിരിക്കുന്നു, കേട്ടിരിക്കുന്നു, പറഞ്ഞിരിക്കുന്നു അല്ലേ ആശാനെ? നിങ്ങൾക്കറിയാമല്ലോ, ഈ മലഞ്ചെരുവിൽ വിപ്ലവത്തിന്റെ തടാകങ്ങൾ ഇനിയും പൊട്ടി മുളയ്ക്കും. സാബു തോമസിന്റെ ആത്മഹത്യയില് CPIM-നൊന്നും പറയാനില്ലെങ്കിലും CPIക്ക് പറയാനുണ്ട്. അതും CPIM-നെതിരെ തന്നെ. മര്യാദകേടിന് പരിധിയുണ്ടെന്നാണ് CPI നേതാവ് KK ശിവരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പാർട്ടിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റോ? ശിവരാമൻ സഖാവിന്റെ മാനസിക നിലയും പരിശോധിക്കേണ്ടി വരും. ഞങ്ങളുടെ CPI നേതാക്കളുടെ ട്രെൻഡ് ഇപ്പോൾ അതാണെന്ന് അറിഞ്ഞൂടെ? ശിവരാമൻ സഖാവിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് CPI ആണ് പരിശോധിക്കണം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ഞങ്ങൾ അവജ്ഞയോട് തള്ളിക്കളയാണ്. കാരണം സാമൂഹ്യ ബോധവും മനുഷ്യത്വമൊന്നും CPM-നെ ഉപദേശിപ്പിക്കാൻ, ഞങ്ങൾക്ക് മാർഗരേഖ നൽകാൻ ഞങ്ങൾ ശിവരാമനെ ചുമപ്പെടുത്തിയിട്ടില്ല. ശിവരാമൻ്റെ പാർട്ടിയെ നോക്കിയാൽ മതി. CPM-നെ നന്നാക്കാൻ വേണ്ടി ശിവരാമൻ ശ്രമിക്കേണ്ടതില്ല. അതെയോ? എന്നാ CPM-ന് അകത്തുള്ള നേതാക്കൾ നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞ് നേരെയാക്കുന്നേ, അല്ലെങ്കിൽ ഇവിടെ മൊത്തം വയലൻസ് ആയിരിക്കൂട്ടാ. പറഞ്ഞില്ല അങ്ങണ്ട. എടോ, ഇയാൾ എന്നെ തല്ലിയ ഗവൺമെന്റ് കോർട്ടെന്ന് ഞാൻ ഇയാളെ ഇടിക്കും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങളെ വീഴ്ത്താനുള്ള പണി മുഴുവൻ അന്നേരം നോക്കും, മുന്നോട്ട് വരാതെ. അതെന്റെ ജന്മാവകാശമല്ലേ? കണ്ട തിരിച്ചടിക്കണത് ജന്മാവകാശമാണെന്ന്. എന്റെ പൊന്നെ, വാർത്ത കൊടുത്തതിന് ഇനി ഈ ജന്മാവകാശം പ്രാവർത്തിയാക്കാൻ ഹൈറേഞ്ചിൽ നിന്ന് വണ്ടി കയറി വരുമെന്തോ? എന്തായാലും ചോദ്യം ചോദിക്കുന്നവര് ഒരു കൈയകലം മാറി നിൽക്കണത് നന്നായിരിക്കും കേട്ടോ. നിങ്ങളുടെ തടി കേടാവണ്ടെങ്കിൽ മതി. ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. തെറ്റ് ആരെഴുതിയാലും നിങ്ങൾ ഇതാണല്ലോ ആളുകൾ. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. മണിയാശാന് മറവി രോഗം ഉണ്ടായിരുന്നോ? അതും നമുക്ക് അറിയില്ലായിരുന്നു കേട്ടാ. വിഷമിക്കണ്ട, നമ്മൾ ഓർമ്മിപ്പിച്ചരാ. മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ, വല്ല ചികിത്സ ചെയ്തിരുന്നോ, അതിന് ഡോക്ടറെ സമീപിച്ചിരുന്നോ? ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. കാര്യങ്ങളൊക്കെ ഓർമ്മ വന്ന സ്ഥിതിക്ക് ഒരു കാര്യം പറഞ്ഞേക്കാം. അധിക്ഷേപ പരാമർശം ഞങ്ങളുടെ മണിയാശാൻ തിരുത്തില്ല, വീണ്ടാമതും അത് തന്നെ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് ഞങ്ങളുടെ മണിയാശാൻ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അയാൾക്ക് എന്തെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നോ, അഥവാ മാനസിക പ്രശ്നമുണ്ടോ എന്നുള്ളത് അടക്കം നോക്കേണ്ടതാണ്. അതെ, പാർട്ടി നേതാവിന്റെ ഭീഷണി സന്ദേശമൊക്കെ പുറത്തു വന്നതല്ലേ, അതിലെന്തെങ്കിലും വിശദീകരണം ചോദിച്ചിട്ടുണ്ടാവോ? ഇല്ലില്ല, ഇതുവരെ അങ്ങനെ ഒരു കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിലില്ല, പാർട്ടിയുടെ പരിഗണനയിലും ഇല്ല. വിശദീകരണം നമ്മുടെ പാർട്ടി അങ്ങനെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. നിങ്ങൾ ഈ ഉണ്ടാക്കിയ ആവശ്യമില്ലാതെ എന്നെ ഇവിടെ വെച്ച് ഒരുമാതിരി കൊലത്തുന്ന പണി എൻ്റെ അടുത്ത് എടുക്കരുത്. ഇവിടെ ആന കുത്തി മനുഷ്യൻ ചെത്ത് ഇരിക്കുന്നത് തോന്നിയും അതുണ്ടാക്കല ഇപ്പം. പാർട്ടിക്ക് ഇതിലൊന്നും പറയാനില്ലായിരിക്കല്ലേ? മണിയാശാന്റെ നാട്ടുഭാഷയുടെ നിഷ്കളങ്കതയായി ഇതൊക്കെ കണ്ടാൽ മതിയെന്നേ എന്നുള്ള ക്യാപ്സ്യൂള് ഇപ്പൊ വരുമായിരിക്കും. എന്നാ ശരി, അടിയും തിരിച്ചടിയും ജന്മാവകാശമാക്കിയ മണിയാശാൻ ഇവിടെ വരെ എത്തിയില്ലെങ്കിൽ ബാക്കി വിശേഷങ്ങളുമായി ഇനി പിന്നെ കാണാം. അതുവരേക്കും നമോ ആകും.